ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം, കുട്ടികൾ പഠന കാര്യത്തിൽ പിന്നോട്ടു പോകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ ചിലപ്പോൾ പഠനത്തിൽ താല്പര്യക്കുറവ് കാണിക്കും. അത് സ്വാഭാവികമാണ്. ചില കുട്ടികൾ പെട്ടെന്ന് നല്ല മാർക്കോടുകൂടിയൊക്കെ പാസ്സായി പഠിച്ചു കയറി വരുന്ന കുട്ടികൾ പെട്ടെന്ന് ചിലപ്പോൾ ഈ പഠനത്തിൽ ഒരു വിമുഖത കാണിക്കും, അല്ലെങ്കിൽ ഒരു അലസത കാണിക്കും, ചിലപ്പോൾ മടി കാണിച്ചെന്ന് വരും. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് എന്തെങ്കിലും ചില ദോഷാനുഭവങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ അവൻ പെട്ടെന്ന് പഠനത്തിൽ ഒരു വിമുഖത കാണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയെ ശ്രദ്ധിച്ച് അതിനു വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്താൽ അവന് നല്ല വിധത്തിൽ തന്നെ വീണ്ടും പരീക്ഷകളിൽ വിജയിക്കാനും നല്ല മാർക്ക് വാങ്ങാനും സാധിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഈ കുട്ടികൾ ജന്മനാൽ തന്നെ പഠനത്തിൽ ചില കുട്ടികൾ ജന്മനാൽ തന്നെ പഠനത്തിൽ പുറകിലായിരിക്കും. ചിലവര് നല്ല കഴിവുള്ളവരായിരിക്കാം. എന്നാൽ ചില കുട്ടികൾ ജന്മനാലും പഠനത്തിൽ വിമുഖത കാണിക്കും. ഇങ്ങനെയുള്ള കുട്ടികളുടെ ജാതകം ഒന്ന് പരിശോധിക്കണം. അവർക്കിപ്പോ എന്താണ് സമയം, ആ കുട്ടികളുടെ ജാതകം നോക്കിയാൽ അവർക്ക് എന്താണ്, ഏതെങ്കിലും ഒരു ഗ്രഹദോഷ ദശ സമയമാണോ, ഏതെങ്കിലും ഗ്രഹത്തിന്റെ ദോഷ സമയമാണോ അവരിപ്പോ ഉള്ളത് ആണെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിനൊരു നല്ലൊരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി ആ കുട്ടിയുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. ജാതകത്തിൽ വിദ്യാകാരകനായ ബുധന്റെ നില നോക്കണം. അതായത് ബുധൻ എന്ന ഗ്രഹം ജാതകത്തില് എവിടെയാണ് നിൽക്കുന്നതെന്നും ഇവർക്ക് ആ സമയത്ത് ബുധന്റെ നിൽപ്പ് എവിടെയാണെന്നും നോക്കിയിട്ടാണ് അതിന് പരിഹാരം കാണുന്നത്. അപ്പൊ ബുധൻ ആരാണ്? വിദ്യാകാരകനാണ്. വിദ്യയുടെ ആള് ബുധഗ്രഹമാണ്. അപ്പൊ വിദ്യാകാരകന്റെ ആ ദോഷം ഈ കുട്ടിക്ക് ഉണ്ടാ എന്ന് ഒന്ന് അന്വേഷിക്കാം. ഈ ബുധന്, അതുപോലെ തന്നെ ബുധന് മൗഢ്യം വന്നാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരാം. വിദ്യാകാരകനായ ബുധന് മൗഢ്യം വന്നാലും വിദ്യയില് അവര് പിന്നോക്കം പോകും. അപ്പൊ എന്താണ് അതിന് പരിഹാരം എന്ന് നമ്മൾക്ക് അത് നോക്കി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതിനുള്ള പരിഹാരം അപ്പൊ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രഹ്മീകൃതം നെയ്യ്, ഘൃതം എന്ന് പറഞ്ഞ നെയ്യാണ്. അപ്പൊ ബ്രഹ്മീകൃതം ദക്ഷിണാമൂർത്തി മന്ത്രം 1000 ഉരു ജപിച്ച് അത് യഥാവിധി പൂജിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതാണ് ബ്രഹ്മീകൃതം ദക്ഷിണാമൂർത്തി മന്ത്രം ജപിച്ച് 1000 ഉരു ജപിച്ച് വാങ്ങി യഥാവിധി പൂജിച്ചു വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മത്സ്യമാംസങ്ങൾ വർജിക്കണം. ഈ നെയ്യ് കഴിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികൾ പോയി അത് കഴിച്ചുകൊണ്ട് കുട്ടികൾ പുറത്തുനിന്ന് പോയി മത്സ്യമാംസം ആഹാരങ്ങളൊക്കെ കഴിച്ചാൽ അത് ചിലപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. അപ്പൊ അത് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അവർക്ക് പഠനത്തിൽ ഉയർച്ച കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിഷയം ഞാനിവിടെ പറഞ്ഞെന്ന് മാത്രം. അതേപോലെ തന്നെ സാരസ്വത മന്ത്രം 1000 ഉരു ജപിച്ച് തയ്യാറാക്കുന്ന നെയ്യും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതും വളരെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഈ നെയ്യ് ജപിച്ച് കിട്ടുന്ന നെയ്യൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇവര് മറ്റ് മത്സ്യമാംസാദികൾ വർജിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നെഗറ്റീവ് എനർജി കിട്ടിയെന്നും വരാം. അപ്പൊ അതും ശ്രദ്ധിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. കാരണം കുട്ടികൾ പുറത്തുനിന്നൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിലൊക്കെ ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദോഷത്തിൽ വരാനാണ് സാധ്യത. പിന്നെ നമ്മളുടെ കസ്റ്റഡിയിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതുകൂടാതെ വിദ്യാരാജഗോപാല മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതായത് കൃഷ്ണന്, ഗുരുവായൂരപ്പന് വിദ്യാരാജഗോപാല മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കൃഷ്ണക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോയിട്ട്
കൃഷ്ണന് വെണ്ണ നിവേദ്യവും തുളസിമാലയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ അതില്ലെങ്കിൽ രാജഗോപാല മന്ത്രാർച്ചനയോ ഒക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഇവരുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ വളരെ ഉത്തമമായ ഒരു വഴിപാടാണത്. അതേപോലെ തന്നെ രാജഗോപാല യന്ത്രം എഴുതി ധരിക്കുന്നത് നല്ലതാണ്. രാജഗോപാല യന്ത്രം എഴുതി കുട്ടികൾ അല്ലെങ്കിൽ പഠനത്തിന് വിമുഖത കാണിക്കുന്നവർ അത് കെട്ടിദ്ധരിച്ചാലും വളരെ നല്ലതാണ്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.